Bharat College of Nursing, Thiruvarur, Tamil Nadu. Affiliated to the Tamil Nadu Dr. MGR University. Admission open for BSc Nursing 2024. ACCA, CMA, CA പഠിച്ച തൊഴിൽ നേടാനുള്ള ശരിയായ മാർഗം എലാൻസ് ആണ്. പകല് മുഴുവൻ തല്ലി പിടിക്കുകയും രാത്രി കെട്ടിപ്പിടിക്കുന്നതുമായിരുന്നു. വാപ്പാന്നൊന്നും പറയല്ലേ. മിന്നലും KCB ഉള്ള വ്യത്യാസം എന്താ? നല്ല മിന്നല് വന്ന തല പോവും, മറ്റേ തൊട്ട് അവിടെ നിന്ന് പറഞ്ഞു. അളിയനെ എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? അതുകൊണ്ടല്ലേ കഴിച്ചു കൊടുത്തത്. ആദ്യം പഠിച്ചത് തറ, കണ്ടു നടന്നത് കുപ്പി. അതുകൊണ്ട് എങ്ങനെ അതേ ചാനൽ തന്നെ പകരം മുട്ടെന്ന് വിചാരിച്ചില്ല. ഇനി ആരും പ്രാങ്ക് ആക്കൂല. ഞാൻ തുടങ്ങിയിട്ടുള്ളൂ. വന്നതും പൊട്ടുള്ളതും പൊട്ടതും. ഞാൻ ഭയങ്കര അഹങ്കാരം ഉണ്ടായിരുന്നു, ഇന്നാരും പ്രാങ്ക് ചെയ്യാൻ പറ്റൂല. പഠിച്ചിട്ടില്ല, 4 വരെ പഠിച്ചിട്ടു. എങ്ങനെ ഉണ്ടായിരുന്നു പ്രാങ്ക്? പ്രാങ്കായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാരും അഭിനയം? എന്താണ് അഭിപ്രായം? മെയിനായിട്ട് ആങ്കറാണ് കഴിച്ചത്. ആങ്കർ കരഞ്ഞപ്പോഴാണ് പോയത്. അതിലാണെന്ന് ഉറപ്പിച്ചതല്ലേ, പണിയായി. അതുവരെ പറ്റിക്കത് വിചാരിച്ചോ? അത് വിചാരിച്ചില്ല. ഒരു ടീം വർക്ക് ആണെന്ന് ഇപ്പോഴും മനസ്സിലായത്. കാരണം മറ്റാളിനെ നല്ല പുറത്തേക്ക് കൊണ്ടുപോയി കുറെ കാര്യങ്ങൾ സംസാരിച്ച് ഇതിന്റെ ഇടയിൽ ഇപ്പോൾ ചൂടാവുന്നത് കേട്ടപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്. സാധാരണ എല്ലാ ആങ്കറിങ്ങിലും ഇങ്ങനെ പ്രശ്നങ്ങൾ സംഭവിക്കലുണ്ട്. നമ്മളെ വീട്ടിൽ വന്ന് ആരും തന്നെ മരുവന് അയ്യോ നമ്മളെന്തെങ്കിലും പാഴ്ച പറ്റിയോ ഞാൻ വിളിച്ച് ഇതായിട്ട് ആ ഒരു ഇതായി കൊടുത്താ കൊല്ലത്തൊന്നും കിട്ടുന്ന മനസ്സിലായില്ലേ? ഇപ്പൊ കൊല്ലത്തുനിന്ന് കൊല്ലത്തൊന്നും വന്നു ഓട്ടോ ഭയങ്കര അഹങ്കാരം ഉണ്ടായിരുന്നു. ഇന്നാരും പ്രാങ്ക് ചെയ്യാൻ പറ്റൂല. അത് പോയി കിട്ടി. ഉമ്മ വരെ പറഞ്ഞിട്ടുണ്ട് ഇന്നാർക്കും പ്രാങ്ക് ചെയ്യാൻ പറ്റും. കാരണം എനിക്ക് അങ്ങനെ പെട്ടെന്ന് പിടിക്കാൻ പറ്റുന്നതാണ്. അഭിനയം തകർത്തു. എല്ലാരും നന്നായിട്ട് അഭിനയിച്ചു. ക്രൂ അടക്കം ഫുൾ സെറ്റ് ആയിരുന്നു. ഏറ്റവും വലിയ രസം എന്താ പറയാ, ഇവന് പ്രാങ്ക് കൊടുത്തതിന് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ എന്നെ ഫോൺ വിളിച്ചിട്ട് അത് ചെയ്ത് മോശമായി ആൾക്കാരൊക്കെ പറയണ ഇന്നെ ചെയ്ത് മോശമായി എന്ന് പറയണം. എല്ലാരും നല്ല അഭിനയമായിരുന്നു. ഞാൻ പെട്ടെന്നൊന്നും അങ്ങനെ വീഴാത്ത ഒരാളാണ്. ഞാൻ എല്ലാരും കണ്ണിലോട്ടാ നോക്കി. കണ്ണ് അഭിനയിച്ചു. അതുകൊണ്ട് പിടിക്കാൻ കഴിയില്ല. അല്ല, ഫസ്റ്റ് നമ്മള് പ്രാങ്ക് പ്ലാൻ ചെയ്തപ്പോ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ആളെ ചിലപ്പോ വീഴാൻ വളരെ ബുദ്ധിമുട്ടാവും. 2 വർഷമായിട്ട് ഞാൻ അതിൽ കയ്യൂത്തുന്ന ആളാ. വരെ ആരും ഇന്നെ പ്രാങ്ക് ചെയ്തിട്ടില്ല. ചക്കറിനെ പ്രാങ്ക് ചെയ്തിരിക്കണ്, ഉമ്മാനെ പ്രാങ്ക് ചെയ്തിരിക്കണം. പക്ഷെ ഇന്ന് എന്നേ വരെ ആരും പ്രാങ്ക് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് പ്രാങ്ക് കിട്ടുന്നത്. ഫസ്റ്റ് ടൈമാണ്. അതായത് കൊല്ലത്തുനിന്ന് വന്നു. പെട്ടെന്ന് വരുമെന്ന് വിചാരിച്ചില്ല. കുറച്ച് ടൈം എടുത്ത് ഞാൻ തയ്യാറെടുത്ത് നിൽക്കായിരുന്നു. എനിക്ക് എപ്പോഴും ഒരു പ്രാങ്ക് കിട്ടുന്നു. എങ്ങനെയുണ്ടായിരുന്നു അളിയന്റെ അഭിനയം? എങ്ങനെയുണ്ടായിരുന്നു? നല്ല അഭിനയില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ ചൂടാവാൻ അറിയാതെ മനസ്സിലായില്ലേ? അത് ഇന്നോട് ചൂടായിട്ടില്ലല്ലോ. എന്റെ ഇത് വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്ക് ഇവിടെ നമ്മളെ വീട്ടിലോട്ട് വന്ന് കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് വരവാണ്. ആ വരവിൽ തന്നെ വന്ന് നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയോ, അതായത് നമ്മൾ ഇന്റർവ്യൂ നടത്തി നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വന്നോ എന്നുള്ള പേടിയായിരുന്നു. കാരണം ഓളെ ജീവിതമാണ്, ഓളതാണ്. അങ്ങനെ കുറെ തലയില് സംഭവങ്ങൾ, ഒരു നിമിഷം ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ. പ്രതികാരം വീട്ടിലെ സന്തോഷമുണ്ടോ? ഇപ്പൊ അന്നത്തെ ആ പ്രതികാരം പറഞ്ഞല്ലോ, ആ ഒരു 5 മിനിറ്റിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ സമയം കൊടുത്താലും മറ്റൊരത്ര സമയം ഉണ്ടായിരുന്നു. ഞാൻ ഇത്രയും കാര്യങ്ങൾ ഓടിക്കാൻ 5 മിനിറ്റ് കൊടുത്തു. എനിക്ക് അത്രയും കിട്ടിയില്ല. എനിക്ക് 2 മിനിറ്റേ കിട്ടുള്ളൂ. അതിനിടയ്ക്ക് ഞാൻ ഏതൊക്കെ ലോകത്തെത്തി. അമ്മോ എന്താണ് പ്രശ്നം എന്ന് അറിയാൻ വേണ്ടി. ചളിയും കരഞ്ഞില്ല. എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് വേറെ ഫീല് വന്ന്. കാരണം ആങ്കർ കരയുന്നു, ആളിയെ ചൂടാവുന്നു, ചക്കര എങ്ങനെ അന്തം തൊട്ട് നോക്കി നിൽക്കുന്നു. അതായത് ഉമ്മ ഉണ്ടെങ്കിൽ പോലും ഇത് പൊളിഞ്ഞിരുന്നു. ഉമ്മ പുറത്തു പോലും വന്നിട്ടില്ല. ഉമ്മ വന്നായിരുന്നു കുറച്ചുകൂടി ഷോക്കായി പോയേനെ. അന്ന് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല്, അന്ന് അളിയൻ എന്നോട് ചൂടായി, ഞാൻ ഇന്ന് നിങ്ങളോട് ചൂടായി. ആ ഒരു ഡിഫറൻസ് ഇവിടെ വന്നിട്ടുണ്ട്. തിരിച്ചാണെങ്കിൽ ചിലപ്പോ മനസ്സിലാവുമായിരുന്നു പ്രാങ്ക്. ഉറപ്പായിട്ടും മനസ്സിലാവും. ആ ഒരു ഐഡിയ പോയ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ രണ്ടാളെയും കണ്ണിലോട്ട് നോക്കി. ആങ്കറിന്റെയും കണ്ണിൽ നോക്കി, അളിയന്റെയും കണ്ണിൽ നോക്കി. ആങ്കർ കരയന്നെ. അപ്പൊ മറ്റാളിന്റെ അടുത്ത് പറഞ്ഞു അളിയന്റെ പ്രാങ്കിനെ കുറിച്ച് ചോദിക്കട്ടോന്ന് പറഞ്ഞു. ആ ചോദ്യമാണ് പണി മൊത്തത്തെ പാളി. ഞാൻ ശരിക്കും ഞെട്ടി. എന്താ മൈക്ക് ഇവിടെ ഊരിയിടുന്നേ, ഇവിടെ മാറിക്കണേ. നാച്ചുറൽ അഭിനയായിരുന്നു. ക്യാമറ കട്ട് ചെയ്യാൻ പറയുന്നു. ക്യാമറമാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. ഇല്ല, ക്യാമറമാൻ അറിഞ്ഞില്ല. അപ്പൊ അവന് കട്ട് ചെയ്യട്ടെ ഉമ്മ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഉമ്മ ഇരുന്ന് ചിരിക്കുക. എന്താ അവിടെ നടന്നതെന്ന് അറിഞ്ഞായിരുന്നോ?
അവള് പറഞ്ഞോട് അവിടെ ചൂടാകുന്നുണ്ട്. അപ്പൊ ഉമ്മച്ചി എന്താ എന്നിട്ട് അവിടെ വരാന്? കടന്നു ചൂടായ ഉമ്മാക്കെന്താ? ഞാൻ ഉറങ്ങട്ടെ, ഞാൻ പിന്നെ വരാന്നൊക്കെ. എന്താ വരാന്? പിന്നെ ഇപ്പൊ വിളിച്ചപ്പോഴല്ലേ ഇപ്പൊ വിളിച്ചപ്പോ നീച്ച് ചൂടായതൊന്നും കേട്ടില്ല. അപ്പൊ കേട്ടില്ലേ? ഇപ്പൊ ഉറക്കം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. നമ്മളങ്ങനെയല്ലല്ലോ, ഞാൻ കൊറേ ചിന്തിച്ചു പോയിട്ടാണ്. ഇനി ആരും പ്രാങ്ക് ആക്കൂലെ? ഞാൻ തുടങ്ങിയിട്ടുള്ളൂ. തുടങ്ങിയിട്ടുള്ളൂ. എന്റെ പ്രാങ്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത് വരില്ല, സെന്റിമെന്റ്സ് വരില്ല. അത് പറയും മൊത്തടിച്ചു പറയും. ആണല്ലേ? അത് ഇവർക്കൊക്കെ അറിയണം. ഇത് സെന്റിമെന്റ്സ് ഇല്ലായിരുന്നു. ഇത് സെന്റിമെന്റ്സ് എനിക്ക് വന്നിട്ടില്ലല്ലോ, എനിക്ക് ഇമോഷണലി വന്ന്. കാരണം അതിലാ ഞാൻ ഡൗൺ ആയത്. കാരണം നമ്മുടെ വീട്ടിൽ വന്ന് ആദ്യം ഇരുന്ന് തന്നെ ആദ്യം മരോന് ഇങ്ങനെ തെറ്റിപ്പോവോ അത്രയൊക്കെ നമ്മള് കൊറേ ഞാൻ ആലോചിച്ചു കുട്ടി. നമുക്ക് കുറച്ച് കുസൃതി ചോദ്യത്തിലേക്ക് പോയാലോ? അല്ല, ഈ മൂടൊന്ന് സെറ്റ് ആക്കി എടുക്കാൻ നമുക്കൊരു കുസൃതി ചോദ്യം നല്ലതല്ലേ? ആദ്യം ഉമ്മേനോട് തുടങ്ങാം. കുസൃതി ചോദ്യം കേട്ടോ, ആരും ടെൻഷൻ എടുക്കണം. അറിയുന്നതന്നെ പറയാൻ ഇത് പറയില്ല. ഉമ്മക്ക് അറിയുന്ന ഏതാ ഉത്തരം തോന്നുന്നേച്ചാ അത് പറഞ്ഞു. ചിരിപ്പിക്കുന്ന പക്ഷി ഏതാണ്? ഭയങ്കര സിമ്പിൾ ആയിട്ട്. ഒന്നെന്തിനാ ചിരിക്കുന്നത്? ഞാൻ കണ്ടിട്ടില്ല ചിരിക്കണം. എല്ലാ പക്ഷിയും ചിരിക്കുന്ന. നിങ്ങൾ പറഞ്ഞിട്ട് വേണം എനിക്ക്. നിങ്ങൾക്കൊക്കെ അറിയോ? എനിക്കറിയില്ല. ആർക്കെല്ലാം അറിയോ? അതോ പറ. ആ കറക്റ്റ്. അത് പറ്റിയ അത് കുസൃതി അത് പറ്റിയാവില്ല. അത് പറ്റിയാവൂല. കിളി. അത് ശരി. കുസൃതി ചോദ്യം ഫസ്റ്റ് ഞാൻ പറഞ്ഞേ. നമ്മൾ ബുദ്ധിപരമായിട്ട് ചിന്തിക്കരുത്. ബുദ്ധിപരമായിട്ട് ചിന്തിക്കണ്ട. പഠിച്ചിട്ടില്ല, നാളെ പഠിച്ചിട്ടു. ഇതിന് പഠിത്ത വേണ്ട. പഠിക്കേണ്ട ആവശ്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ. വന്നതും പൊട്ടുള്ളതും കിട്ടിയില്ലേ? പൊട്ട ചോദ്യമാണ്. അപ്പൊ പൊട്ട ഉത്തരം ആർക്കും ഇടയിലും പറയാം. എപ്പോഴും തണുത്ത് ഉരച്ചിരിക്കുന്ന അക്ഷരം. ഫ്രിഡ്ജ്. അക്ഷരാണ്. അറിയാം? എല്ലാരും ഓരോരുത്തർ പറഞ്ഞോ, ഉത്തരം പറഞ്ഞോ. ചോദ്യം എന്ത് പറയാ? ഇറിന്റെ അപ്പുറത്തെ അറിയോ? ഉത്തരം അറിയാം. യെസ്, ഉത്തരം ബി. കാരണം തണുത്ത് വരച്ചിരിക്കുന്ന അക്ഷരം. എന്റെ തല പോയേട്ടാ കൊണ്ടുവന്നത്. അളിയൻ കുസൃതി ചോദ്യത്തിലൊക്കെ ഭയങ്കര പുതിയ. എങ്ങനെയുണ്ട്? അടുത്ത ക്വസ്റ്റ്യൻ ഭയങ്കര സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ക്വസ്റ്റ്യൻ ആട്ടോ. ഇടം കയ്യനായ ഒരാൾ ഗ്ലാസിൽ പഞ്ചസാര ഇട്ട് ഇളക്കുന്നത് എന്തുകൊണ്ട്? സ്പൂണോണ്ട്. സ്പൂൺ ഉണ്ടെങ്കിലല്ലേ ഇളക്കാൻ പറ്റൂ. ഞാൻ വെറുതെ പറഞ്ഞതാ ഉമ്മയുടെ ഓരോ കുസൃതികളെ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. പകല് മുഴുവൻ തല്ലി പിടിക്കുകയും രാത്രി കെട്ടിപ്പിടിക്കുന്നതുമാര്. അല്ല, ഉമ്മന്റെ ഉത്തരം പറയണം. ഉമ്മക്കാണ് ക്വസ്റ്റ്യൻ. ഉമ്മ അറിയുന്ന ഉത്തരം പറയല്ലേ. ചക്കര പറഞ്ഞോ? ഞാൻ അത്ര ബുദ്ധിജീവിയല്ല. ഉമ്മയ്ക്ക് അറിയാം, അമ്മയ്ക്ക് പറ്റും. പകൽ മുഴുവൻ തല്ലി പിടിച്ചിരിക്കും, രാത്രി ആകുമ്പോ കെട്ടിപ്പിടിക്കും. പാത്രാണോ? അല്ല, ഞാൻ പറയട്ടെ. കൺപീലി. അത് രാത്രി ഉറങ്ങാത്തോലൊന്നും രാത്രി ഉറക്കില്ല. രാത്രി ഉറങ്ങുന്ന ആൾക്കാരുടെ കാര്യം പറഞ്ഞു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഭയങ്കര ഭീകരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആട്ടോ. വലിക്കും തോറും നീളം കുറയുന്ന ഒരു വസ്തു. സിഗരറ്റ്. അതെങ്ങനെ അറിയാം? വലിക്കാറുണ്ടോ? ജപ അല്ല, വലിക്കാറുണ്ടോ? ഇല്ല. ഉമ്മക്ക് എന്തെങ്കിലും പറയാറുണ്ടോ ഇതിനെ പറ്റി? നല്ല ആളാണ്. പഠിച്ചോ, നീ ഉത്തരം പറയണ്ടില്ല. ഇതിപ്പോ നാട്ടുകാര് മൊത്തം ഞാൻ വലിക്കാരനാക്കും പോലെ. ചക്കരയിലേക്ക് വന്നാലോ നമുക്ക് ക്വസ്റ്റ്യൻ? എല്ലാ ഉത്തരം അറിയാൻ തോന്നുന്നുണ്ട്. മിന്നലും KCBയും വൈദ്യുതി വെളിച്ചം തരുന്നുണ്ട്. പക്ഷെ ഇവര് തമ്മിലുള്ള വ്യത്യാസം എന്താ? അതല്ല, അത് തമ്മിലൊരു വ്യത്യാസം ഉണ്ടാവല്ലോ. നല്ല മിന്നല് വന്ന തല പോവും. മറ്റേമ തൊട്ട അവിടെ നിന്ന് വറക്കും. അല്ല, KCBക്ക് ആകുമ്പോ നമ്മള് പൈസ കൊടുക്കണല്ലോ, മറ്റേത് ഫ്രീ ആണല്ലോ. നല്ല തല. അടുത്ത ചോദ്യം. തൊലി കളഞ്ഞ അളിയന്റെ അടുത്താട്ടോ ക്വസ്റ്റ്യൻ. അതല്ല, ക്വസ്റ്റ്യൻ വരുവാ. ക്വസ്റ്റ്യൻ ഇതാണ്. തൊലി കളഞ്ഞ പേര് മാറുന്ന സാധനം. നമ്മൾ കഴിക്കുന്ന ഒരു സാധനം. അരി കഴുകിയിട്ട്
എന്താ പറഞ്ഞേ? അരി കഴുകിയ ചോറ്. ആ, അതിനെ വേറെ ഒന്നും കൂടി വിപുലീകരിച്ച് പറ. എല്ലാരും മട്ടരി ആയിരിക്കും. മട്ടരി അല്ല, നെല്ലുത്തരി, നെല്ല് അരി, മട്ട അരി. ശരി, അപ്പൊ അമ്മ പകുതി പകുതി കേട്ടോ. 2.5 1.5. നെല്ലുത്തരി ആട്ടോ ഉത്തരം. ബുദ്ധിയില്ലാത്ത കയ്യിലോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. ഉത്തരം പറഞ്ഞോളൂ. അവിവാഹിതരായ യുവതികൾ അല്ലെങ്കിൽ യുവാക്കൾ മാതാപിതാക്കളോട് പറയുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾ 5 അക്ഷരമുണ്ട്. ചക്കര വന്നിട്ട് ഉമ്മന്റെ അടുത്ത് എന്താ പറയല് പ്രായമായ സമയത്ത്? പ്രായമായിന്ന്. പ്രായെന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അതല്ല, അളിയന്റെ കാര്യം വീട്ടിൽ പിടിച്ചപ്പോ എന്താ ചക്കര പറഞ്ഞേ? എനിക്കൊരാളെ ഇഷ്ടമാണ്. അങ്ങനെയല്ല, ഉദ്ദേശിച്ച പോലെ ഉത്തരം പറയൂ. ഇവരെ പ്രേമം പിടിച്ചപ്പോ നിങ്ങൾ എന്താ പറഞ്ഞേ? ഓളെന്താ ചക്കര എന്താ ഒന്ന് പറഞ്ഞേ? എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. എനിക്ക് അവനെ വേണമെന്ന് പറഞ്ഞു. ഉത്തരം പറഞ്ഞു. ഉത്തരം ഞാൻ പറയട്ടെ? ഞാൻ പറയട്ടെ. ആ പറ. എന്നെ കെട്ടിക്കും. അതെങ്ങനെ? അളിയന് നല്ല ബുദ്ധിയുണ്ട്. അമ്മ ഏറ്റവും നല്ല ബുദ്ധിയുള്ള അളിയനാണ് കിട്ടിയിരിക്കുന്നത്. അതില് ഫുള്ള് ചോറ്. ഈ തറ ചോദ്യങ്ങൾ വെച്ചാൽ എനിക്കറിയുള്ളൂ. അതായത് ഈ ബീഡി, മദ്യപാനം അങ്ങനത്തെ സാധനങ്ങൾ അങ്ങനെ ലെവലിലോട്ട് വരും. ആദ്യം പഠിച്ചത് തറ, കണ്ട് നടന്നത് കുപ്പി. ആ ലെവലിലോട്ട് വരും. ആ ലെവലിലേക്ക് വന്നാലേ ക്വസ്റ്റ്യങ്ങൾക്ക് ഉത്തരം കിട്ടും. ഉമ്മ, മരുമോൻ വീട്ടിലേക്ക് വന്നിട്ട് എങ്ങനെയുണ്ട്? ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. സന്തോഷായോ? ബിരിയാണി തിന്നു. ബിരിയാണി കഴിച്ചു. സന്തോഷായോ? സന്തോഷായി. എങ്ങനെ പോകുന്നു? മോളെ മിസ് ചെയ്തായിരുന്നോ? ഇപ്പൊ ഇവിടെ ഉണ്ട്. ഇപ്പൊ ചക്കര പോയപ്പോ ഭയങ്കര കരച്ചിലും വീശിലും ഒക്കെ ആയിരുന്നു. അപ്പൊ അത് മാറിയോ? ഇല്ല, മാറിയിട്ടൊന്നുമില്ല. മാറിയില്ല. ഇനി പോയ സങ്കടാവോ? സങ്കടാവും. തിരിച്ചു പോകുന്നുണ്ടോ ചക്കരന്റെ കൂടെ? തിരിച്ച് നാട്ടിലേക്ക് പോകുന്നുണ്ടോ? ഇല്ല. ചക്കരനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നോ? അതുമില്ല. അതുമില്ല, രണ്ടും വേണ്ട. അത് നമ്മളെ അടുത്തൊന്നും വരാൻ പറ്റില്ല. എനിക്ക് അളിയനെ എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? തവണനെ കഴിച്ചു കൊടുത്തത്. എങ്ങനെയുണ്ട് അളിയന്മാര് തമ്മിലുള്ള ഒരു ഇത്? എങ്ങനെയുണ്ട് ഇപ്പൊ? ആ അതെ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് മരുവനെ പോലെയാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ അവിടെ നിന്ന് ഇറങ്ങാറായത്. അല്ലെങ്കിൽ കൂട്ടുകാരൻ എനിക്ക് പോണത്. അല്ല, നമ്മൾ വീട്ടിൽ വരുമ്പോ ആയി വരുന്നേ ഉള്ളൂ. നമുക്ക് സംസാരിച്ച് ഓരോരുത്തർക്കും ഓരോ കാറ്റഗറി അല്ലേ. ഇന്നിപ്പോ അങ്ങനെ ആദ്യമായിട്ട് വണ്ടിയിലൊക്കെ പോയി അങ്ങനെ ഒന്ന് സെറ്റായിട്ട് സെറ്റായി വരുന്നല്ലോ. അല്ല, നമ്മളെ ആ ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ മറയായിട്ട് അങ്ങനെയൊന്നുമില്ല. നമ്മളെല്ലാ കാര്യങ്ങളും ഓരോരുത്തരും ഓരോ മാതിരിയല്ലേ ഉണ്ടാവുക. ഷെയർ ചെയ്ത് പോകുന്ന ആ ടൈപ്പാണ് ഞാൻ നോക്കി കാണുന്നത്. ഞാനെന്താ വെച്ചാൽ നമ്മള് ഒരു കുടുംബം എങ്ങനെയെങ്കിലും നിലനിർത്തണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ വരച്ചത്. അല്ലെങ്കിൽ പോട്ടെ നിൽക്കൂലേ, ഇങ്ങനെയൊന്നും മൈൻഡ് ചെയ്യാൻ പറ്റൂല. ചൂടാവുന്നു, ഇവിടെ വ്യക്തികൾ കരയുന്നു. ഇതേപോലെയാണ് എനിക്കൊന്നും കല്യാണം കഴിഞ്ഞ് ഞാൻ ഒരാഴ്ച ആയിട്ടുള്ളൂ. എന്താ പണിയും സ്വഭാവം അങ്ങനെയല്ല ഇങ്ങനെയല്ല. ഞാൻ ചോദിക്കുന്നത് എന്താ പ്രശ്നം പറയാം, നമുക്ക് പരിഹരിക്കാം. എന്നിട്ട് പറയാം നീ അതേ ചാനലിൽ തന്നെ പകരം കൂട്ടുന്ന് വിചാരിച്ചില്ല. ഞാൻ തന്നെ ആദ്യം പറഞ്ഞ പോലെ പറഞ്ഞില്ല, ഇതിനുള്ള പരിപ്പൊടിയും ചായ ഞാൻ തരുന്നുണ്ട് ഇപ്പോഴല്ല പിന്നെ. സന്തോഷായോ? സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ യൂട്യൂബ് എന്നൊക്കെ നമ്മളിപ്പോ 2 വർഷമായില്ലേ. എന്താണ് സിനുത്താത്തിന്റെ വിശേഷങ്ങളൊക്കെ? ഒന്ന് പോയിട്ടുണ്ട്. ഒരു ബേബിക്കുള്ള കാത്തിരിപ്പാണ്. അപ്പൊ കിട്ടിയ പ്രാങ്ക് തിരിച്ചു കൊടുത്ത് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം എല്ലാവർക്കും ശുഭദിനം. വെള്ളം നല്ലപോലെ വരട്ടെ, ലൈഫ് നന്നായിട്ട് പോട്ടെ. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ, നല്ലപോലെ ലൈഫ് പോട്ടെ. അപ്പൊ എല്ലാവർക്കും സിനുത്താത്തേക്ക് എന്നെ അന്വേഷണം പറയാം. എല്ലാരും അന്വേഷണം ഉണ്ടാവും. പിന്നെ മിസ് ചെയ്യുന്നുണ്ട്, കരച്ചിലിട്. ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് എക്സ്പ്രഷൻ ഇട്ട് ഞങ്ങള് പാട്ടൊക്കെ ഇട്ട് BGM ഒക്കെ ഇട്ട് സെറ്റ് ആക്കി തരാം. അവിടെ ഇരുന്ന് കാണട്ടെ. 1 2 3 സ്റ്റാർട്ട്. അല്ല, ഞാനിങ്ങനെ പറയാം. അപ്പൊ എക്സ്പ്രഷൻ ഇട്ട് മരിക്കണം. അപ്പൊ BGM ഒക്കെ കയറ്റി നമുക്ക് ഇടാം. 1 2 3 സ്റ്റാർട്ട്. മിസ് ചെയ്യുന്നുണ്ടോ വൈഫിനെ? അങ്ങനെയല്ല, ശരിക്കും അല്ല, മിസ് ചെയ്യുന്നുണ്ടോ വൈഫിനെ? അങ്ങനെയല്ല, ശരിക്ക് അഭിനയിക്കണോ? ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടോ വൈഫിനെ? അങ്ങനെയല്ല, ശരിക്കും അഭിനയിക്കണോ? ഇത് ഉള്ളിലുണ്ടെങ്കിലേ പുറത്തു വരുള്ളൂ. അതാണ് അല്ല, മിസ്സിങ് എന്ന് വെച്ചാൽ മിസ്സിങ് ഒക്കെ ഉണ്ട്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതൊക്കെ അങ്ങനെയാണ്. അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ താങ്ക് യു. Bharat College of Nursing, Thiruvarur, Tamil Nadu. Affiliated to the Tamil Nadu Dr. MGR University. Admission open for BSc Nursing 2024. ACCA, CMA, CA പഠിച്ച തൊഴിൽ നേടാനുള്ള ശരിയായ മാർഗം എലാൻസ് ആണ്.